നമസ്കാരം. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നതാണ് കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള കെ.എം. മാണിയുടെ വിഖ്യാതമായ നിർവചനം. കേരള കോൺഗ്രസിന്റെ ജനനവും വളർച്ചയുമാണ് ഈ ലക്കം DNA. 1960 കോൺഗ്രസ് പങ്കാളിത്തമുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വരുന്നത്. അന്ന് കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസിനായിരുന്നുവെങ്കിലും PSP നേതാവ് പട്ടം താണുപിള്ളയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. ആ സമയത്ത് വിമോചന സമരത്തെ നയിച്ച PT ചാക്കോയ്ക്ക് ഉപമുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ശങ്കർ ഉപമുഖ്യമന്ത്രി ആകട്ടെ എന്ന നിലപാടാണ് അന്ന് ചാക്കോ സ്വീകരിച്ചത്. തുടർന്ന് 62 പട്ടം താണുപിള്ള ഗവർണറായി പോയപ്പോൾ ശങ്കർ മുഖ്യമന്ത്രിയായി. അപ്പോഴും ചാക്കോയ്ക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഒരു ക്ലെയിം വെക്കാമായിരുന്നു. അദ്ദേഹം വെച്ചില്ല. ശങ്കറിന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു PT ചാക്കോ. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പിസം വളരെ ശക്തമാണ്. CK ഗോവിന്ദൻ നായരാണ് KPCC പ്രസിഡന്റ്. CM സ്റ്റീഫൻ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവായി നിൽക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ ഗ്രൂപ്പിന് ശങ്കർ ചാക്കോ അച്യുതണ്ടനോട് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആ ഘട്ടത്തിൽ CKG മാറിയ ഘട്ടത്തിൽ നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശങ്കർ ചാക്കോ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. KP മാധവൻ നായർ KPCC പ്രസിഡന്റായി വന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് പോരുകൾക്കിടയിൽ 1963 ഡിസംബർ മാസം 8-ാം തീയതി സവിശേഷമായ ഒരു സംഭവം നടന്നു. ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ കാർ തൃശ്ശൂരിൽ ലൂർദ് പള്ളിക്ക് സമീപത്ത് വെച്ച് ഒരു കൈവണ്ടിയുമായി കൂട്ടിയിടിച്ചു. അദ്ദേഹം പീച്ചിക്ക് പോവുകയായിരുന്നു. കാറിൽ ആഭ്യന്തരമന്ത്രിക്കൊപ്പം പച്ച സാരി ഉടുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അത് കാട്ടുതീ പോലെ പടർന്നു. പിറ്റേന്ന് ചാക്കോയും ഭാര്യയും കൂടി തൃശ്ശൂർ നഗരത്തിൽ അതേ കാറിൽ പ്രദക്ഷിണം വെച്ചു. പക്ഷെ കാര്യമുണ്ടായില്ല. അപവാദം കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കാൻ തുടങ്ങി. നിയമസഭ ചേർന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയെ വ്യഭിചാരക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ നിലപാട് മാത്രമല്ല ചാക്കോയ്ക്ക് പ്രശ്നമായത്, ഭരണമുന്നണിയിൽ തന്നെ ശക്തമായ എതിർവിഭാഗം ഉണ്ടായി. ചാക്കോയുടെ രക്തം കാണാൻ കാത്തിരുന്ന പാർട്ടിയിലെ മറുവിഭാഗം ഇതൊരു ആയുധമാക്കി. മാടായിയിൽ നിന്നുള്ള ഭരണമുന്നണി MLA ആയ പ്രഹ്ലാദൻ ഗോപാലൻ നിയമസഭയിൽ നിരാഹാര സമരം വരെ പ്രഖ്യാപിച്ചു. നിരാഹാര സമരം പ്രഖ്യാപിച്ച ഗോപാലന് നാരങ്ങാ നീരുമായി CK ഗോവിന്ദൻ നായർ എത്തി. 27 MLA മാർ ആഭ്യന്തരമന്ത്രിയുടെ രാജി കാക്ഷിക്കുന്നു എന്ന് CM സ്റ്റീഫൻ തന്നെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ആകെ കലുഷിതമായ ഘട്ടമാണ്. ചാക്കോ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷേ ആ സമയത്ത് ശങ്കർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൈവിട്ടു. ആഭ്യന്തരമന്ത്രി വകുപ്പ് ഒഴിയട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തി. രണ്ടുപേരും ചാക്കോയും ശങ്കറും ഹൈക്കമാൻഡിനെ കാണാൻ വെവ്വേറെ ഡൽഹിക്ക് പോയി. തിരികെ എത്തിയ ചാക്കോ ക്ഷുഭിതനായിരുന്നു. എന്നോട് രാജിവെക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല, ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. എന്ന് മാത്രമല്ല ശങ്കർ അദ്ദേഹത്തിന് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലാത്ത ഞാൻ എങ്ങനെ മന്ത്രിസഭയിൽ തുടരും എന്ന് തുറന്നു ചോദിച്ചു ചാക്കോ. അങ്ങനെ 1964 ഫെബ്രുവരി മാസം 20-ാം തീയതി PT ചാക്കോ ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ചു. കോൺഗ്രസിൽ വലിയ ഒരു ഉരുൾപൊട്ടലിന് തുടക്കം കുറിക്കുകയാണ്. ചാക്കോ പക്ഷത്ത് അന്ന് യുവ MLA ആയ ബാലകൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ സമരസജ്ജരായി നിൽപ്പുണ്ട്. ചാക്കോ രാജിവെച്ച് വീട്ടിൽ ചാമമ്പതാൽ വീട്ടിലേക്ക് വാഴൂരിലേക്ക് പോകുന്നതിന് മുൻപ് പെരുന്നയിലെത്തി NSS ആചാര്യൻ മന്നത്ത് പത്മനാഭനുമായി കൂടിക്കാഴ്ച നടത്തി. മന്നത്ത് പത്മനാഭൻ അന്ന് ശങ്കറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ ഏറ്റവും അധികം യത്നിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നുവെങ്കിലും ശങ്കറിന്റെ ഭരണ നയങ്ങളിൽ നായർ സമുദായ ആചാര്യൻ കുപിതനായിരുന്നു. ചാക്കോ തട്ടകം കോട്ടയത്തേക്ക് മാറ്റി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി പുനരാരംഭിക്കുകയും ചെയ്തു. സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ച് ഇറങ്ങിയ ഉടനെ വക്കീൽ പണിക്ക് പോകേണ്ടി വന്നു PT ചാക്കോയ്ക്ക് എന്നതാണ് വസ്തുത. വക്കീൽ പണി എടുക്കുമ്പോൾ തന്നെ തൻ്റെ അനുയായികൾ വാങ്ങിച്ചു തന്ന അംബാസഡർ കാറിൽ ചാക്കോച്ചൻ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വരികയായിരുന്നു. കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പിസം തിളയ്ക്കുകയാണ്. KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. KPCC പ്രസിഡന്റായി PT ചാക്കോ മത്സര രംഗത്തിറങ്ങി. നല്ല പോരാട്ടം കാഴ്ചവെച്ചുവെങ്കിലും അദ്ദേഹം ഔദ്യോഗിക ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായ KC എബ്രഹാം മാസ്റ്ററോട് പരാജയപ്പെട്ടു. അങ്ങനെ മന്ത്രിസ്ഥാനം പോയി. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഖിന്നനായിരുന്നു PT ചാക്കോ. അദ്ദേഹം 1964 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കക്ഷിയുടെ വക്കാലത്തുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയതാണ്.
49 വയസ്സ് മാത്രമായിരുന്നു അന്ന് PT ചാക്കോയ്ക്ക് പ്രായം. അദ്ദേഹം അവിടെ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ശങ്കറിന്റെ ചതിയിൽ ചങ്ക് പൊട്ടിയാണ് ചാക്കോച്ചൻ മരിച്ചത് എന്ന് കോൺഗ്രസിലെ ചാക്കോ പക്ഷക്കാർ അലമുറയിട്ടു. അതിനിടയ്ക്ക് മറ്റൊരു വാർത്ത കൂടി പരന്നു. ചാക്കോയുടെ മൃതദേഹത്തിന് ഒരു പൊതുദർശനമോ ആദരമോ പോലും കൊടുക്കാതെ ഒരു പോലീസ് വാനിൽ പൊതിഞ്ഞുകെട്ടി വാഴൂരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ബാലകൃഷ്ണപിള്ളയും KM ജോർജും തൃശ്ശൂരിലേക്ക് കുതിച്ചു. KM ജോർജ് തുടക്കത്തിൽ ചാക്കോ പക്ഷത്തല്ലായിരുന്നു. അദ്ദേഹം ചാക്കോയെ മാറ്റിയ സമയത്ത്, ചാക്കോ രാജിവെച്ച സമയത്ത് മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആളാണ്. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന സിദ്ധാന്തം ചമച്ച ശങ്കർ TA തൊമ്മനെയാണ് മന്ത്രിയാക്കിയത്. അതോടെ പ്രതികാരാഗ്നിയിൽ ജ്വലിച്ച ജോർജ് മറുപക്ഷത്തേക്ക് PT ചാക്കോയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി മാറുകയായിരുന്നു. പിന്നീട് PT ചാക്കോയുടെ മൃതദേഹം തൃശ്ശൂർ DCCയിൽ പൊതുദർശനത്തിന് വെപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന് കഴിഞ്ഞു. അതിനുശേഷം വലിയ ഒരു വിലാപയാത്രയാണ് വാഴൂരിലേക്ക് നടന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ സ്ഫോടനത്തിന് മുൻപുള്ള ശാന്തതയിലേക്ക് നീങ്ങുകയാണ്. 1964 സെപ്റ്റംബർ ആദ്യവാരം നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. KM ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ചാക്കോ പക്ഷത്തെ 15 MLA-മാർ തങ്ങൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണ് എന്ന് കാണിച്ച് സ്പീക്കർക്ക് കത്ത് നൽകി. അത് അംഗീകരിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് നേതാവ് PK കുഞ്ഞ് ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കാൻ മന്നത്ത് പത്മനാഭൻ കോൺഗ്രസിലെ നായർ MLA-മാരുടെ പ്രത്യേക യോഗം വിളിച്ച് നിർദ്ദേശം നൽകി. അവസാനവട്ട ശ്രമം എന്നുള്ള നിലയിൽ ഹെൻറി ഓസ്റ്റിൻ വഴി ബാലകൃഷ്ണപിള്ളയെ അനുനയിപ്പിക്കാൻ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അതിനും ഫലമുണ്ടായില്ല. അങ്ങനെ സെപ്റ്റംബർ മാസം 8-ാം തീയതി അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തു. KM ജോർജ് ശങ്കറിനെതിരെ ആഞ്ഞടിച്ചു. ബാലകൃഷ്ണപിള്ള സീസർ മരിച്ചപ്പോൾ മാർക്ക് ആന്റണി നടത്തിയതിന് സമാനമായൊരു പ്രസംഗം നിയമസഭയിൽ കാഴ്ചവെച്ചു. അന്നത്തെ ഇടതുപക്ഷാംഗങ്ങൾ അവരുടെ സമയം കൂടി പ്രസംഗിക്കാനായി ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകി. വികാരഭരിതനായി ശങ്കർ മറുപടി നൽകി. ഞാൻ പന്നിത്തലയിൽ കൂടോത്രം ചെയ്താണ് ചാക്കോയെ കൊന്നത് എന്നുവരെയുള്ള കഥകളുണ്ട് എന്ന് ഖിന്നനായി ശങ്കർ നിയമസഭയിൽ പറഞ്ഞു. കാര്യമുണ്ടായില്ല. അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ ശങ്കറിന് കഴിഞ്ഞില്ല. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിഞ്ഞു. കോൺഗ്രസ് അനിവാര്യമായ ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത മാസം ഒക്ടോബർ മാസം 8-ാം തീയതി കോട്ടയത്ത് 15 MLA-മാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗം ചേർന്നു. അതിന് അടുത്ത ദിവസം ഒക്ടോബർ മാസം 9-ാം തീയതി തിരുനക്കര മൈതാനത്ത് വലിയ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. ജോസഫ് പുലിക്കുന്നേലാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിന് പിന്നിൽ. ആദ്യത്തെ ചെയർമാനായി KM ജോർജിനെയാണ് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി ബാലകൃഷ്ണപിള്ളയെയും. പിന്നീട് മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ കോട്ടയം DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം PT ചാക്കോയുടെ അടുത്ത വിശ്വസ്തനായിരുന്നു. അങ്ങനെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ വന്നു. ജോൺ ജേക്കബ്, നിരണം ബേബി എന്നറിയപ്പെട്ട ജോൺ ജേക്കബ്, വയല ഇടിക്കുള തുടങ്ങിയവർ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ആദ്യം കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് ഒരു നായർ ക്രൈസ്തവ പാർട്ടിയായിട്ടാണ്. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെയും ക്രൈസ്തവ കത്തോലിക്ക ബിഷപ്പുമാരുടെയും അനുഗ്രഹവും ആശീർവാദവും പുതിയ പാർട്ടിക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എന്ന പാർട്ടി ആ കാലത്ത് പ്രതിനിധീകരിച്ചത് ജന്മി ഭൂപ്രഭു വർഗത്തിന്റെ താല്പര്യങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. ഒപ്പം ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിലെ സവർണരുടെ പാർട്ടി എന്ന നിലയിൽ കൂടി കേരള കോൺഗ്രസ് അതിന്റെ അസ്തിത്വം അടയാളപ്പെടുത്തി. 1965 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടവേദിയാവുകയാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM-ഉം CPI-യും ആദ്യമായി പരസ്പരം ഏറ്റുമുട്ടുന്നു. 2 കോൺഗ്രസ് പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നു. ആ തെരഞ്ഞെടുപ്പിൽ, തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത മന്നത്ത് പത്മനാഭൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും കേരള കോൺഗ്രസിനെ വിജയിപ്പിക്കാനുമായി രംഗത്തിറങ്ങുന്നതാണ് കണ്ടത്. 1965 തെരഞ്ഞെടുപ്പിൽ പാലായിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന യുവ നേതാവ് കരിങ്ങോഴക്കൽ മാണി MM ജേക്കബിനാണ് സീറ്റ് എന്നറിഞ്ഞ് ഖിന്നനായി. അദ്ദേഹത്തെ മോഹൻ കുളത്തുങ്കൽ കേരള കോൺഗ്രസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് KM മാണി കേരള കോൺഗ്രസ് ആയി മാറുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഗംഭീരമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ആർക്കും ഭൂരിപക്ഷം ഉണ്ടായില്ല നിയമസഭയിൽ എന്നുള്ളതാണ് ശ്രദ്ധേയം. 40 സീറ്റ് ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കേരള കോൺഗ്രസിന് 26 സീറ്റുകൾ കിട്ടി. അവരുടെ പ്രസക്തി അടയാളപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. കോൺഗ്രസ് 35 സീറ്റിൽ ഒതുങ്ങിപ്പോയി. CPI-ക്ക് വളരെ മോശം പ്രകടനമാണ് ആ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞത്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ
കേരള കോൺഗ്രസും ലീഗും ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുക എന്നൊരു നിർദ്ദേശം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ പാർട്ടികൾക്ക് മുമ്പിൽ വെച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു: ജയിലിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് MLA-മാരുടെ മോചനത്തിന് വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കണമെന്ന്. അത് അംഗീകരിക്കാൻ കേരള കോൺഗ്രസിന് സാധ്യമാകുമായിരുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കപ്പെട്ടത് തന്നെ. അതുകൊണ്ട് ആ പ്ലാൻ നടന്നില്ല. അടുത്ത പ്ലാൻ വന്നത് ഗവർണറായിരുന്ന VV ഗിരിയിൽ നിന്നാണ്. സമാനമായ വിധത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാം എന്നതായിരുന്നു ആ ഫോർമുല. പക്ഷേ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന K കാമരാജ പ്ലാൻ വെട്ടിയതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അങ്ങനെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ നിയമസഭ പിരിച്ചുവിട്ടു. കേരളം ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയി. 1967 അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗും എല്ലാം ചേർന്ന് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു. അതേസമയം കോൺഗ്രസും കേരള കോൺഗ്രസും തനിച്ചു മത്സരിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പരാജയം ആ തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിന്റെ അവസ്ഥയും കഷ്ടമായിരുന്നു. കോൺഗ്രസ് 9 സീറ്റിലേക്കും കേരള കോൺഗ്രസ് 5 സീറ്റിലേക്കും ചുരുങ്ങി. K കരുണാകരന്റെ നേതൃത്വത്തിൽ 9 അംഗ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും KM ജോർജിന്റെ നേതൃത്വത്തിൽ 5 അംഗ കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയും EMSന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ. പക്ഷേ ആ സർക്കാർ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തകർന്നു. C അച്യുതമേനോന്റെ നേതൃത്വത്തിൽ 1969 പുതിയ സർക്കാർ ഉണ്ടായി. ആ സർക്കാരിലാണ് കേരള കോൺഗ്രസ് ആദ്യമായി ഒരു മന്ത്രിസ്ഥാനം നേടുന്നത്. KM ജോർജ് 1969 മന്ത്രിയായി. ആ സർക്കാർ ഘടകകക്ഷിയിലെ പിളർപ്പിനെ തുടർന്ന് അവസാനിച്ചു. 1970 പുതിയ തെരഞ്ഞെടുപ്പ് വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് കോൺഗ്രസും CPIയും ഒക്കെ അടങ്ങുന്ന ഐക്യമുന്നണിയിൽ കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ്. പക്ഷേ കേരള കോൺഗ്രസ് അത്ഭുതകരമായ ഒരു കരണം മറിച്ചിൽ നടത്തി. സംഘടനാ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി കേരള കോൺഗ്രസ് മത്സരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാകുമ്പോഴേക്ക് കേരള കോൺഗ്രസിന്റെ അടിത്തറ തന്നെ മാറിയിരുന്നു. 1965 പാർട്ടി പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭൻ 1966 അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി. കാരണം അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം അന്നത്തെ കേന്ദ്ര സർക്കാർ നൽകി. ഗുൽസാരിലാൽ നന്ദയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് പത്മഭൂഷൺ വാങ്ങി തിരിച്ചെത്തിയ മന്നത്ത് പത്മനാഭന്റെ നിലപാട് മാറി. അദ്ദേഹം കേരള കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന നിലപാടിലേക്ക് എത്തി. കേരള കോൺഗ്രസ് നേതാക്കളോട് അദ്ദേഹം പാർട്ടി പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യം അവർ ചെവിക്കൊണ്ടില്ല. പക്ഷേ പാർട്ടിയുടെ ഭാഗമായിരുന്ന നായർ പ്രമാണിമാർ ഒന്നടങ്കം കേരള കോൺഗ്രസ് വിട്ടൊഴിയുന്നതാണ് പിന്നീട് കണ്ടത്. R ബാലകൃഷ്ണപിള്ളയും മറ്റുമൊക്കെ അവിടെ തുടർന്നെങ്കിലും സാമുദായികമായി നോക്കിയാൽ കേരള കോൺഗ്രസിന്റെ ഒരു ബേസ് തുടർന്നങ്ങോട്ട് ഇല്ലാതാവുകയും മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നതാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത്. അതേ സമയത്ത് തന്നെ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരും സമാനമായ നിലപാടെടുത്തു. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ലയനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തി. കോട്ടയം ബിഷപ്പിന്റെ നേതൃത്വത്തിലും സമാനമായ ശ്രമം നടന്നു. പക്ഷേ അവർ വഴങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. അതേസമയം തന്നെ ബിഷപ്പുമാർക്ക് കോൺഗ്രസ് പക്ഷപാതിത്വം ഉള്ളപ്പോൾ തന്നെ സാധാരണ ഇടവക വൈദികർക്കും ദീപിക പത്രത്തിനുമൊക്കെ കേരള കോൺഗ്രസ് അനുകൂല നിലപാടായിരുന്നു. അതുകൊണ്ട് ബിഷപ്പുമാരുടെ ഈ മാറ്റം കേരള കോൺഗ്രസിന്റെ ക്രൈസ്തവ അടിത്തറയെ കാര്യമായി ഒന്നും ബാധിച്ചില്ല. ഈ ആത്മവിശ്വാസത്തിലാണ് 1970 തെരഞ്ഞെടുപ്പിൽ സംഘടനാ കോൺഗ്രസിനൊപ്പം ചേർന്ന് ശക്തി തെളിയിക്കുക എന്ന ഒരു നീക്കത്തിന് കേരള കോൺഗ്രസ് മുതിർന്നത്. 14 സീറ്റ് എന്നുള്ളത് മോശം സംഖ്യ ആയിരുന്നില്ല. പക്ഷേ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ആ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിനൊരു ഇടമുണ്ടായില്ല. മന്ത്രിസഭ പ്രവേശനത്തിനായി കേരള കോൺഗ്രസ് ശ്രമിച്ചു നോക്കി. ജോൺ ജേക്കബ് ഇന്ദിരാഗാന്ധിയുമായി ചർച്ച നടത്തി. പക്ഷേ മന്ത്രിസഭാ പ്രവേശനം ഉണ്ടായില്ല. തൊട്ടടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കേരള കോൺഗ്രസും CPIയും ഒക്കെ മുന്നണിയായി മത്സരിച്ചു. കേരള കോൺഗ്രസിന് 3 സീറ്റ് കിട്ടി. പക്ഷേ തുടർന്നുള്ള വർഷങ്ങളിലും കേരള കോൺഗ്രസിന്റെ മന്ത്രിസഭാ പ്രവേശനം നടന്നില്ല. കോൺഗ്രസ് അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗമായെങ്കിലും കേരള കോൺഗ്രസിന് അംഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് സർക്കാരിൻ്റെ ചില നയങ്ങളോട് കേരള കോൺഗ്രസിന് വലിയ എതിർപ്പ് രൂപപ്പെട്ടു. പ്രത്യേകിച്ച് സ്വകാര്യ കോളേജുകളിലെ എയ്ഡഡ് കോളേജുകളിലെ ഫീസ് ഏകീകരണം സർക്കാർ നടത്തിയത് സാമുദായിക പ്രമാണിമാരെ ചൊടിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, AK ആന്റണിയുടെ നേതൃത്വത്തിൽ ശക്തമായ യുവ കോൺഗ്രസ് നേതൃത്വം സാമുദായിക പ്രമാണിമാർക്കെതിരെയും പട്ടക്കാർക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നു. ഇത് കേരള കോൺഗ്രസിനെ കോൺഗ്രസിൽ നിന്ന് കുറേയേറെ അകറ്റുകയുണ്ടായി. അതേസമയം തന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM ഒരു തന്ത്രപരമായ സമീപനം എടുക്കുകയും അധ്വാനവർഗ സിദ്ധാന്തവും മാർക്സിയൻ സിദ്ധാന്തവും തമ്മിൽ പൊരുത്തമുണ്ട് എന്ന് സിദ്ധാന്തിക്കുക പോലും ചെയ്തു. ആ ഒരു സവിശേഷമായ അവസ്ഥയിൽ കോൺഗ്രസിൽ നിന്ന് അകലം പാലിക്കുകയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുക എന്ന സമീപനത്തിലേക്ക് എത്തിയപ്പോഴാണ് കേരള കോൺഗ്രസിലെ ആദ്യത്തെ പിളർപ്പുണ്ടാവുന്നത്. 1974 ഒരു വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കൾ കർഷക ഫെഡറേഷൻ ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശ്യം മാർക്സിസ്റ്റ് അനുകൂല സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയെ തിരുത്തുക എന്നുള്ളതായിരുന്നു.
തൽഫലമായി ആ ഫെഡറേഷന് നേതൃത്വം നൽകിയ നേതാക്കൾ പുറത്തുപോയി. കേരള കോൺഗ്രസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ മാത്തച്ചൻ കുരുവിനാക്കുന്നേലും ഇ ജോൺ ജേക്കബും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ 1974 കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിക്കുകയാണ്. ആ സമയമായപ്പോഴേക്ക് കെ എം മാണി കേരള കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായി വന്നിരുന്നു. അദ്ദേഹം കോട്ടയത്ത് ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തിളങ്ങുകയും പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗമായി തിളങ്ങുകയും ചെയ്തു വരികയായിരുന്നു. പി ജെ ജോസഫ് എന്ന യുവ നേതാവിനെ 1970 തുടക്കത്തിൽ കെ എം ജോർജ് കണ്ടെത്തുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ കാലത്ത് പി ജെ ജോസഫ് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യുവജന മാർച്ച് നടത്തുകയും ശ്രദ്ധേയമായ പിന്തുണ ആർജിക്കുകയും ചെയ്തു. അങ്ങനെ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ശ്രദ്ധേയമായ പാർട്ടിയായി മാറി വരുന്നതിന് ഇടെയാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് 2 ദിവസം മുൻപ് കെ എം ജോർജ് ഇന്ദിരാഗാന്ധിയെ അതിനിശിതമായി വിമർശിച്ച് പ്രസംഗം നടത്തി. പീലാത്തോസിന്റെ ആരാധകർ പീലാത്തോസിന് വേണ്ടി ആർത്തു വിളിച്ചതുപോലെയാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസുകാർ ആർത്തു വിളിക്കുന്നത് എന്ന് കെ എം ജോർജ് പരിഹസിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാക്കളെല്ലാം അറസ്റ്റിലായി. കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അറസ്റ്റിലായ കൂട്ടത്തിൽ കെ എം ജോർജും ആർ ബാലകൃഷ്ണപിള്ളയും ഒക്കെ അറസ്റ്റിലായി. കെ എം മാണി ഒളിവിൽ പോയി. ജോർജിനെ സംബന്ധിച്ച് ജയിൽ ഒരു നല്ല അനുഭവമായിരുന്നില്ല. ജയിലിൽ വെച്ച് കണ്ടപ്പോൾ EMS കെ എം ജോർജിനോട് ചോദിക്കുകയും ചെയ്തു, ആദ്യമായിട്ടാണോ ജയിലിൽ കഴിയുന്നത് എന്ന്. അല്ല, ഞാൻ വിമോചന സമരകാലത്ത് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജോർജ് മറുപടിയും നൽകി. എന്തായാലും ജയിൽ പോലെയുള്ള പീഡാനുഭവങ്ങൾ നേരിടാൻ മാത്രം മനക്കട്ടിയുള്ളവരായിരുന്നില്ല കേരള കോൺഗ്രസുകാർ. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കേരള കോൺഗ്രസിന് സവിശേഷമായൊരു നിലപാട് മാറ്റം സംഭവിക്കുകയാണ്. എന്ന് മാത്രമല്ല, കത്തോലിക്ക സഭ അതിന് കാര്യമായി ഇടപെടുകയും ചെയ്തു. കർദിനാളായ പാറേക്കാട്ടിൽ പിതാവ് ജോസഫ് പാറേക്കാട്ടിൽ ഇന്ദിരാഗാന്ധിയുമായി നേരിട്ട് ചർച്ച നടത്തുകയും കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തുകയും ചെയ്തു. അങ്ങനെ കേരള കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആ അനുഭവം പറയുന്നുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയോട് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി ചോദിച്ചത് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം, അല്ലെങ്കിൽ മന്ത്രിസഭയിലെത്താം. ഏത് വേണം എന്ന് തീരുമാനിക്കൂ എന്നുള്ളതായിരുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽ കാണിച്ച് പേടിപ്പിച്ച് കേരള കോൺഗ്രസിനെ മുന്നണി മാറ്റുന്നതാണ് കണ്ടത്. അവിടെ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ ദീപിക പത്രത്തിന്റെ ഓഫീസിൽ ഒരു യോഗം ചേർന്നു. ചില അച്ഛന്മാരും അതിൽ പങ്കെടുക്കുകയുണ്ടായി. ആ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായി. പാർട്ടിയിലെ ഒരു നേതാവ് ഒരു പദവിയെ വഹിക്കാൻ പാടുള്ളൂ എന്ന്. കെ എം ജോർജാണ് പാർട്ടി ചെയർമാൻ. കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ കെ എം ജോർജും ആർ ബാലകൃഷ്ണപിള്ളയുമാണ് മന്ത്രിയാകേണ്ടത്. പക്ഷേ കെ എം മാണി ഒരു തുരുപ്പ് ചീട്ടിറക്കി. പാർട്ടി ചെയർമാൻ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒരേ സമയത്ത് ഒരാൾ വഹിക്കാൻ പാടില്ല. ഖിന്നനായ കെ എം ജോർജ് പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് തുടർന്നു. അങ്ങനെ കെ എം മാണിയും ആർ ബാലകൃഷ്ണപിള്ളയും മന്ത്രിമാരായി. ഇതിന്റെ ഒരു സവിശേഷത, അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന ആർ ബാലകൃഷ്ണപിള്ള അതേ അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ ജയിൽ മന്ത്രിയായി പിന്നീട് ജയിൽ സന്ദർശനം നടത്തി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായി. കെ എം മാണിയുടെ ചതിപ്രയോഗത്തിൽ കെ എം ജോർജ് ഖിന്നനായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഒരു വർഷം കേരള കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെതായിരുന്നു. പി ജെ ജോസഫ് അടക്കമുള്ള യുവ നേതാക്കൾ കെ എം മാണിക്കൊപ്പമായിരുന്നു. അതേസമയം ഇ ജോൺ ജേക്കബ് പോലെയുള്ള സീനിയർ നേതാക്കൾ ജോർജ് സാറിന് കൂടെ തന്നെയായിരുന്നു. 1976 ഡിസംബർ മാസം 11 കെ എം ജോർജ് അന്തരിച്ചു. കേരള കോൺഗ്രസ് യുഗത്തിൽ ഒരു സവിശേഷമായ ഘട്ടത്തിന് തിരശ്ശീല വീഴുകയാണ്. കെ എം ജോർജിന്റെ മരണം കേരള കോൺഗ്രസുകാരെ ദുഃഖാർത്തരാക്കി. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ വലിയ ഒരു പൊട്ടിത്തെറി കൂടിയാണ് കണ്ടത്. കെ എം ജോർജിന്റെ ഭൗതിക ശരീരത്തിൽ കെ എം മാണി വെച്ച റീത്ത് ആർ ബാലകൃഷ്ണപിള്ള വലിച്ചെറിഞ്ഞു. ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. എന്ന് മാത്രമല്ല, അനുശോചന സമ്മേളനത്തിൽ വെച്ച് ജോർജ് സാറിന്റെ ഘാതകൻ ഈ വേദിയിലുണ്ട് എന്ന് കെ എം മാണിയെ ലക്ഷ്യമാക്കി പറയുകയും ചെയ്തു. കേരള കോൺഗ്രസിലെ വലിയ ഒരു പൊട്ടിത്തെറിയായിരുന്നു അത്. തുടർന്ന് കെ എം ജോർജിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ TS ജോണും ഇ ജോൺ ജേക്കബും അടക്കമുള്ള ആളുകൾ മാണി പക്ഷത്തേക്ക് പോയി. ആർ ബാലകൃഷ്ണപിള്ള പ്രതിപക്ഷ കേരള കോൺഗ്രസ് ആയി മാറുകയും അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് കൂടി ഉണ്ടാവുന്നു. നേരത്തെ 74 പിളർന്ന് പുറത്തുപോയവർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇത് അടുത്ത ഘട്ടമായുള്ള പിളർപ്പാണ്. അങ്ങനെ ആർ ബാലകൃഷ്ണപിള്ള വിഭാഗം ഇടതുമുന്നണിയിൽ ചേക്കേറിയെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ 77 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യമുന്നണി വമ്പിച്ച വിജയം നേടുകയും 20 സീറ്റുകൾ കേരള കോൺഗ്രസ് ഐക്യമുന്നണിയിൽ നിന്ന് നേടുകയും ചെയ്തു. മറുഭാഗത്ത് 2 സീറ്റുകൾ മാത്രമാണ് ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിന് കിട്ടിയത്. ആ നിയമസഭ 4 മുഖ്യമന്ത്രിമാരെ കണ്ടു. കെ കരുണാകരൻ രാജിവെച്ചു. AK ആന്റണി മുഖ്യമന്ത്രിയായി. AK ആന്റണി മന്ത്രിസഭയിൽ കെ എം മാണി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കേസിൽ
കെ എം മാണിയുടെ അംഗത്വം റദ്ദാവുന്നത്. കെ എം മാണിക്ക് ആഭ്യന്തരമന്ത്രി പദം രാജിവെക്കേണ്ടി വന്ന ഘട്ടത്തിൽ PJ ജോസഫ് ആഭ്യന്തരമന്ത്രിയാവുകയാണ് ചെയ്തത്. 6 മാസം കഴിഞ്ഞ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയപ്പോൾ PJ ജോസഫ് യാതൊരു മടിയും പറയാതെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും കെ എം മാണിയെ മന്ത്രിയാക്കുകയും ചെയ്തു. മന്ത്രിസ്ഥാനം PJ ജോസഫ് കെ എം മാണിക്ക് നൽകിയെങ്കിലും കേരള കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലാതിരുന്നില്ല. പുതിയ ഒരു പോർമുഖം തുറക്കുകയാണ്. ഈ ജോൺ ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്ന് ആര് മന്ത്രിയാകണം എന്ന വിഷയത്തിലാണ് തർക്കം തുടങ്ങിയത്. അതിൽ ജോസഫ് പക്ഷത്തിന് വഴങ്ങേണ്ടി വന്നു കെ എം മാണിക്ക്. അങ്ങനെ TS ജോൺ മന്ത്രിയായി. തുടർന്ന് നടന്ന തിരുവല്ല ഉപതെരഞ്ഞെടുപ്പ് പാർട്ടിയിലെ ഈ 2 വിഭാഗങ്ങളുടെ ഏറ്റുമുട്ടലിൽ കലാശിച്ചു. അക്കാലത്ത് KSCയുടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ക്യാമ്പ് ചരൽക്കുന്നിൽ നടന്നപ്പോൾ അത് വലിയ കൂട്ടത്തല്ലും ക്രമസമാധാന പ്രശ്നവുമായി മാറി. അങ്ങനെ കേരള കോൺഗ്രസിലെ തർക്കം ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയായി മാറിയ ഘട്ടമാണിത്. ആന്റണി രാജിവെച്ചു. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ പിളർപ്പുണ്ടാവുന്നു. PJ ജോസഫ് പുതിയ പാർട്ടിയാവുന്നു. ആ ഘട്ടത്തിൽ 15 MLA കെ എം മാണിക്കൊപ്പമാണ്. ഐക്യമുന്നണിയിൽ നിന്ന് PJ ജോസഫിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു കെ എം മാണി. പക്ഷേ മുന്നണി അത് ചെവിക്കൊണ്ടില്ല, മുഖ്യമന്ത്രി അത് കേട്ടില്ല. തുടർന്ന് കെ എം മാണി അവിടെ നിന്ന് പിന്മാറുകയാണ്. ആ സമയത്ത് കെ എം മാണി രാജിവെച്ചു. K നാരായണക്കുറുപ്പിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നാരായണക്കുറുപ്പ് രാജിവെക്കാതെ മുങ്ങി നടന്നു. പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അന്ന് അദ്ദേഹം വീട്ടിലില്ല. നാരായണക്കുറുപ്പിൻ്റെ മകനോട്, അതായത് ഇന്നത്തെ ചീഫ് വിപ്പ് ജയരാജൻ്റെ അച്ഛൻ K നാരായണക്കുറുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനോട് അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ജഡമെങ്കിലും ഹാജരാക്കണമെന്ന് പാർട്ടി പ്രവർത്തകർ ആക്രോശിച്ചു. എന്തായാലും നാരായണക്കുറുപ്പ് രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, നാരായണക്കുറുപ്പ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി 3-4 മാസമേ നിലനിന്നുള്ളൂ. അദ്ദേഹം പിന്നീട് ജോസഫ് പക്ഷത്തേക്ക് പോയി ജോസഫിൻ്റെ കൂടെ ചേർന്നു. അവിടെയും നിന്നില്ല. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം വീണ്ടും മാണി ഗ്രൂപ്പിൽ ചേർന്നു. ഇങ്ങനെ കേരള കോൺഗ്രസിലെ അഭൂതപൂർവമായ പിളർപ്പുകളുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1980 അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിലും പിളർപ്പുണ്ടായി. അന്ന് കോൺഗ്രസിലെ ആന്റണി വിഭാഗം CPMന്റെ കൂടെ പോയി. അതേപോലെ തന്നെ കെ എം മാണി വിഭാഗവും കേരള കോൺഗ്രസും അന്ന് CPM പക്ഷത്തേക്ക്, പുതിയ ഇടതുപക്ഷത്തേക്ക് മാറി. അങ്ങനെ കെ എം മാണിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും EK നായനാരും എല്ലാം ഉള്ള ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അവരവിടെ ജയിക്കുന്നു. EK നായനാർ മന്ത്രിസഭ വരുന്നു. കേരള കോൺഗ്രസും അതിൽ അംഗമാകുന്നു. 1982 മാണിയും ആന്റണിയും ഒക്കെ തിരിച്ചു പോവുകയാണ്. ഐക്യമുന്നണിയിലേക്ക് പോവുകയാണ്. UDF രൂപം കൊള്ളുകയാണ്. അങ്ങനെ UDF രൂപം കൊള്ളുമ്പോൾ അതിലെല്ലാ കേരള കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. എല്ലാ കേരള കോൺഗ്രസ്സുകളുള്ള, അതായത് R ബാലകൃഷ്ണപിള്ളയും കെ എം മാണിയും PJ ജോസഫും TM ജേക്കബുമുള്ള എല്ലാ കേരള കോൺഗ്രസും അങ്ങനെ 1982 കരുണാകരൻ മന്ത്രിസഭയിൽ ഉണ്ടായി. TM ജേക്കബ് PJ ജോസഫിന്റെ വിശ്വസ്തനായിരുന്നു. PJ ജോസഫിന്റെ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. പലതായി ചിന്നിച്ചിതറിയ കേരള കോൺഗ്രസ്സുകളെല്ലാം ചേർന്ന് ഐക്യ കേരള കോൺഗ്രസ് ഉണ്ടായ വർഷമാണ് 1985. പക്ഷേ ആ ഐക്യം വല്ലാതെ നീണ്ടുപോയില്ല. K കരുണാകരൻ എന്ന തന്ത്രശാലിയായ മുഖ്യമന്ത്രി പഞ്ചാബ് മോഡൽ പ്രസംഗ കേസിൽ R ബാലകൃഷ്ണപിള്ളയുടെ രാജി വാങ്ങി. അതോടെ അടുത്ത പൊട്ടിത്തെറിക്ക് തുടക്കമാവുകയാണ്. കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം R ബാലകൃഷ്ണപിള്ളയെ മന്ത്രിയായി പുനഃപ്രവേശിപ്പിക്കാൻ K കരുണാകരന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ PJ ജോസഫ് വളരെ ശക്തമായ നിലപാടെടുത്തു. അത് ആത്യന്തികമായി കേരള കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് നയിച്ചു. അങ്ങനെ 1987 വീണ്ടും പിളർപ്പുണ്ടായി. PJ ജോസഫും R ബാലകൃഷ്ണപിള്ളയും ഒക്കെ ഒരു ഭാഗത്തും കെ എം മാണിയും TM ജേക്കബും ഒക്കെ മറുഭാഗത്തും. അങ്ങനെ വീണ്ടും കേരള കോൺഗ്രസ് പിളർന്നു. ആ പിളർന്ന കേരള കോൺഗ്രസ് തന്നെ 1989 വീണ്ടും പിളർന്നു. 2 കേരള കോൺഗ്രസുകളും UDFിലായിരുന്നു. ആ സമയത്ത് PJ ജോസഫ് ഇടതുമുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇടതുമുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ച വേളയിൽ R ബാലകൃഷ്ണപിള്ള അതിനോട് യോജിച്ചില്ല. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായിരുന്നു R ബാലകൃഷ്ണപിള്ള. അദ്ദേഹം യോജിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ അന്നത്തെ സ്പീക്കർക്ക് PJ ജോസഫ് കത്ത് നൽകി. അങ്ങനെ വർക്കല രാധാകൃഷ്ണൻ R ബാലകൃഷ്ണപിള്ളയുടെ നിയമസഭാ അംഗത്വം അയോഗ്യനാക്കി. അതോടുകൂടി ജോസഫ് ഗ്രൂപ്പ് LDFിലേക്ക് പോയി. പിള്ള വിഭാഗം കേരള കോൺഗ്രസ് ഒരു പുതിയ കേരള കോൺഗ്രസ്സായി UDFിൽ നിന്നു. മാണി വിഭാഗം കേരള കോൺഗ്രസും UDFിൽ തുടർന്നു. അടുത്ത പിളർപ്പ് സംഭവിക്കുന്നത് 1993 അന്ന് മാണി വിഭാഗം കേരള കോൺഗ്രസിൽ നിന്ന് TM ജേക്കബും ജോണി നെല്ലൂരും അടക്കമുള്ള 4 MLA പുറത്തു കടന്ന് കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. 1995 പിള്ള വിഭാഗം കേരള കോൺഗ്രസിൽ നിന്ന് ജോസഫ് M പുതുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മാണി കേരള കോൺഗ്രസിൽ ചേർന്നു. ഇങ്ങനെ വളർന്നും പിളർന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ്. 90കൾ മുതൽ ജോസഫ് പക്ഷം, ജോസഫ് ഗ്രൂപ്പ് LDFിലും മാണി ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും UDFിലും. ഇതായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. പിന്നീട് കാര്യമായ ഒരു പിളർപ്പുണ്ടാവുന്നത് 2000-ലാണ്. കെ മാണിയുടെ കേരള കോൺഗ്രസിലെ യുവമുഖമായി ഉയർന്നു വന്നത് PC തോമസ് ആയിരുന്നു. PC തോമസ് PT ചാക്കോയുടെ മകനാണ്. അദ്ദേഹം കെ എം മാണിക്ക് ശേഷം
പാർട്ടിയെ നയിക്കും എന്ന് വിചാരിച്ചവരുണ്ട്. പക്ഷേ KM മാണിക്ക് മകൻ ജോസ് കെ മാണിയെ തൻ്റെ പിൻഗാമിയായി കൊണ്ടുവരണമെന്ന ആഗ്രഹം തുടങ്ങുന്ന സമയമാണ്. അത് PC തോമസ് മനസ്സിലാക്കുന്നു. തന്ത്രശാലിയായ PC തോമസ് അങ്ങനെ മാണി കേരള കോൺഗ്രസ് വിട്ട് IFDP എന്ന പുതിയ സംവിധാനം ഉണ്ടാക്കുകയും അന്ന് വാജ്പേയി മന്ത്രിസഭയാണ്. വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രിയാവുകയും ചെയ്തു. PC തോമസ് പിന്നീട് NDAയുടെ ഭാഗമായി നിന്ന് 2004 മൂവാറ്റുപുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായി NDA ജയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2004 മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പിളർപ്പുകൾ അവിടെ അവസാനിക്കുന്നില്ല. PJ ജോസഫിന്റെ കേരള കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു PC ജോർജ്. PC ജോർജ് 2003 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് പുറത്തു കടക്കുകയും കേരള കോൺഗ്രസ് സെക്യുലർ എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും അദ്ദേഹം LDFൽ തുടരുകയും ചെയ്തു. അന്ന് VS അച്യുതാനന്ദന്റെ വലിയ അടുപ്പക്കാരനായിട്ടാണ് PC ജോർജ് അറിയപ്പെട്ടത്. പക്ഷേ അത് അധികകാലം നീണ്ടില്ല. അദ്ദേഹം വരുന്ന വർഷങ്ങളിൽ LDFൽ നിന്ന് പുറത്തു കടക്കുകയും അദ്ദേഹം UDFനൊപ്പം ആവുകയും പിന്നീട് KM മാണി നയിച്ച കേരള കോൺഗ്രസ് എമ്മിൽ ചേരുകയും ചെയ്തു. പിളർപ്പുകൾ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇതിനുശേഷം ഒരു കൂടിച്ചേരൽ നടന്നത് 2010 2010 PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് LDFനൊപ്പമാണ്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അന്ന് കേരള കോൺഗ്രസ് J ഒരു ഘടകകക്ഷിയാണ്. 2010 കേരള കോൺഗ്രസ് ഐക്യം എന്ന വിശാല താല്പര്യം പ്രഖ്യാപിച്ച് PJ ജോസഫും മോൻസ് ജോസഫും ഒക്കെ LDFൽ നിന്നിറങ്ങി UDFലേക്ക് പോവുകയും KM മാണി നയിക്കുന്ന കേരള കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു. അങ്ങനെ PC ജോർജും PJ ജോസഫും മോൻസ് ജോസഫും KM മാണിയും CF തോമസും എല്ലാം അടങ്ങുന്ന ഒരു പുതിയ കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ കേരള കോൺഗ്രസ് ഉണ്ടായി. ലയിച്ച പുതിയ പാർട്ടി ഐക്യ കേരള കോൺഗ്രസ് ആയി. ആ കേരള കോൺഗ്രസ് കുറക്കാലം മുന്നോട്ട് പോയി. 2011 തെരഞ്ഞെടുപ്പിൽ ആ മുന്നണി ജയിച്ചു. അവിടെയും അസ്വാരസ്യങ്ങളുണ്ടായി. ഒടുവിൽ KM മാണിയുടെ മരണശേഷം വീണ്ടും PJ ജോസഫും KM മാണിയുടെ മകൻ ജോസ് കെ മാണിയും തെറ്റിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസ് വീണ്ടും രണ്ടാവുന്നത് കണ്ടു. ഇതിനിടയ്ക്ക് PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞിരുന്നു. അദ്ദേഹം കേരള ജനപക്ഷം എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ആ കേരള ജനപക്ഷവും കഴിഞ്ഞ് അദ്ദേഹം പിന്നീടാണ് BJPയിൽ ചേരുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നടന്ന പിളർപ്പുകളുടെ എണ്ണം അവസാനിക്കുന്നില്ല. 2016 ഉണ്ടായ ഒരു പിളർപ്പാണ് ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് നയിച്ചത്. അന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ഐക്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ്, KC ജോസഫ് തുടങ്ങിയ നേതാക്കൾ ഇറങ്ങി വന്ന് ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് പിന്നീട് ഇടതുമുന്നണിയിൽ അംഗമായി. പക്ഷേ ആ പാർട്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഫ്രാൻസിസ് ജോർജ് തിരികെ വീണ്ടും മാണി വിഭാഗം കേരള കോൺഗ്രസിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. ആ കേരള കോൺഗ്രസ് പിളർന്ന് വീണ്ടും കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് മാണിയുമായി. ഇതെല്ലാം കഴിഞ്ഞ് 2020 രണ്ട് കേരള കോൺഗ്രസുകൾ, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്ന സമയത്ത് UDF ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ UDF പുറത്താക്കിയ കേരള കോൺഗ്രസ് LDFൽ വന്നു ചേർന്നു. ഇതാണ് ഏറ്റവും പുതിയ സാഹചര്യം. 2020 മുതൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം അങ്ങനെയാണ് LDFൽ എത്തപ്പെട്ടത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരു കഷ്ണം ആന്റണി രാജുവിന്റെ രൂപത്തിൽ LDFലുണ്ട്. അതേപോലെ തന്നെ R ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് B LDFലുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFലുമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കേരള കോൺഗ്രസുകളുടെ അവസ്ഥ. പഴയ നേതാക്കളുടെയൊക്കെ മക്കൾ അടുത്ത തലമുറയായി രാഷ്ട്രീയത്തിൽ സജീവമാണ് എന്നുള്ളതാണ് കേരള കോൺഗ്രസുകളുടെ മറ്റൊരു സവിശേഷത. KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഒരു കേരള കോൺഗ്രസിനെ നയിക്കുന്നു. TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് മറ്റൊരു കേരള കോൺഗ്രസിനെ നയിക്കുന്നു. ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസിനെ നയിക്കുന്നു. PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കന്യംഗത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. PJ ജോസഫിനെ പിന്തുടർന്ന് പാർട്ടി നേതൃത്വത്തിൽ എത്തുക അപ്പു ജോൺ ജോസഫ് ആയിരിക്കും. KB ഗണേഷ് കുമാർ, R ബാലകൃഷ്ണപിള്ളയുടെ മകൻ, പിള്ള വിഭാഗം കേരള കോൺഗ്രസ് Bയുടെ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിസഭാ അംഗമാണ്. KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ്, ഇപ്പോൾ അദ്ദേഹം ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവാണ്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ BJPയുടെ നേതാവാണ്. ഇങ്ങനെ നേതാക്കളൊക്കെ വളരെ സജീവമാണ്. ഇനി അവരുടെ തലമുറ കഴിഞ്ഞ് ഇവരുടെ മക്കളൊക്കെ വരുമ്പോഴേക്ക് കേരള കോൺഗ്രസുകൾ എത്ര കഷ്ണമാവും എന്നുള്ളത് നമുക്ക് അപ്പോൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. മാണി സാർ പറഞ്ഞതുപോലെ പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണോ കേരള കോൺഗ്രസ്?